ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആമുഖമായി 2025 ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ക്രിസ്മസിൽ നാം ഓർക്കുന്നതും ആഘോഷിക്കുന്നതും. ക്രിസ്മസ് എല്ലാവർക്കും വലിയ സന്തോഷം വരുത്തുന്ന കാലമാണ്. അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പെരുന്നാളാണ്. ക്രിസ്മസിൽ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം എന്നാണ് സമൂഹത്തിൻ്റെ അതിരുകളിൽ പാർത്തിരുന്ന ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രഘോഷിച്ചത്. എല്ലാ മനുഷ്യരും സന്തോഷിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് സന്തോഷമുള്ളൂ. സമൂഹത്തിലെയോ ലോകത്തിലെയോ ഒരു ഭാഗത്തുള്ള ആളുകൾ സന്തോഷിക്കുകയും മറ്റൊരു ഭാഗത്തുള്ള ആളുകൾ ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒരിക്കലും സന്തോഷമില്ല. കുറേ സ്ഥലങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് യുദ്ധവും അക്രമവും നിലനിൽക്കുമ്പോൾ ദൈവത്തിന് ഒരിക്കലും സന്തോഷമില്ല. അതുകൊണ്ട് ദൈവം സന്തോഷിക്കുന്നത് എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാത്രമാണ്. അത് നമ്മുടെ അനുദിന ജീവിതത്തിലും വളരെ കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും, അതിൽ അപ്പൻ മദ്യപിക്കുന്നു, അപ്പന് സന്തോഷം വന്നേക്കാം. എന്നാൽ അമ്മയും മക്കളും ദുഃഖിക്കുന്നു, കരയുന്നു. ആ വീട്ടിലൊരിക്കലും സന്തോഷം സ്ഥായീഭാവമായിട്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു ഭവനത്തിൽ സന്തോഷിക്കുമ്പോൾ മാത്രമേ ആ വീടിൽ സന്തോഷവും ആനന്ദവും സമാധാനവും നിലനിൽക്കുകയുള്ളൂ. അതുപോലെയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. പിതാവായ ദൈവം താൻ സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും സന്തോഷിക്കുകയും സ്നേഹത്തിലും കരുതലിലും പരസ്പര ബഹുമാനത്തിലും സാഹോദര്യത്തിലും സമത്വത്തിലും ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവം സന്തോഷിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്തോഷം ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ച് കൊടുക്കാൻ കൂടിയാണ് ദൈവത്തിൻ്റെ ഏകപുത്രൻ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ നീതിയും സന്തോഷവും സമാധാനവും പുലരണം. ആ വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനാണ് നമ്മൾ പ്രധാനമായും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൽ അങ്ങനെ അല്ലല്ലോ കാണുന്നത്. എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നില്ല. ഒരുപാട് ആളുകൾ സുരക്ഷിതത്വത്തിൽ ജീവിക്കുമ്പോൾ അനേകം ആളുകൾ അരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത്. ഏറെ ആളുകൾ സുരക്ഷിതമായി ജീവിക്കുമ്പോൾ എത്രയോ ആളുകളാണ് യുദ്ധത്തിൻ്റെയും മറ്റ് കെടുതികളുടെയും ഫലമായി പലായനം ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ സമാധാനം വീണ്ടെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൂടിയാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളിയും നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത്തരത്തിൽ സർവ്വജനവും ഈ ലോകത്തിൽ സന്തോഷിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ നീതി നിലനിൽക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം പരിലസിക്കുന്നതായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന സമയം കൂടിയായിട്ട് ഈ നാളുകളിലെ നമ്മുടെ ആഘോഷങ്ങൾ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താണ് ക്രിസ്മസിൽ സംഭവിച്ചത്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ മനുഷ്യത്വത്തിന് ഒരു പുതിയ രൂപവും ഭാവവും വിശുദ്ധിയും ലഭിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് പ്രവേശിക്കാൻ കൊള്ളാകുന്ന ഒരു മന്ദിരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, ഈ ശരീരം എന്ന് പറയും. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനാകുക എന്നുള്ളതാണ്. മനുഷ്യനായാൽ മാത്രം പോരാ, മനുഷ്യൻ മറ്റുള്ളവരെ മനുഷ്യരാക്കി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലല്ലല്ലോ ജീവിക്കുന്നത്. പാപവും അധർമ്മവും അനീതിയും അക്രമവും എല്ലാം നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ സ്വഭാവവും ഏതാണ്ട് അപ്രകാരം ഉള്ളതാണ്. അതുകൊണ്ട് ദൈവം വസിക്കുന്ന മന്ദിരമായ ഈ ശരീരത്തെ
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിച്ച് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു വാസസ്ഥലമാക്കി മാറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്മസിൽ അതീവ പ്രധാനമുള്ള കാര്യമാണ്. അങ്ങനെ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഈ മനുഷ്യനിൽ ദൈവാംശം ഉണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. പൂർണ്ണ ദൈവമായതുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിച്ചതല്ല, മനുഷ്യന് ഇങ്ങനെ ജീവിക്കാമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിനാണ് യേശു വന്നത്. അപ്പോൾ ആ മനുഷ്യനിൽ ദൈവാംശം പൂർണ്ണമായി നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഏതു മനുഷ്യനും മനുഷ്യനാകണമെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ അംശം വേണം. മനുഷ്യനിൽ നിന്ന് ഈശ്വരാംശം ചോർന്നു പോയാൽ പിന്നെ അതൊരു തൃഷ്ണയുടെ കൂട് മാത്രമാണ്. അങ്ങനെയുള്ള തൃഷ്ണയുടെ കൂടായി മനുഷ്യൻ മാറിയാൽ അടുത്തു നിൽക്കുന്നയാളിനെ ഒരിക്കലും മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയില്ല. അവരെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവായി കാണുകയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ സന്തോഷത്തിന്, എൻ്റെ തൃഷ്ണയുടെ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവാണ് അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് കാണുമ്പോൾ നമ്മളിൽ നിന്ന് ധാർമ്മികത എല്ലാം ഒഴുകിപ്പോവുകയും നമ്മൾ 10, 50, 60, 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മാംസപിണ്ഡമായിട്ട് നമ്മൾ തീരുകയാണ്. ഇതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപജയം. അത് വ്യക്തികൾ തമ്മിലുള്ളതാകാം, സമൂഹത്തിൻ്റെ ഉള്ളിലാകാം, രാജ്യങ്ങളിലാകാം. ഈ വലിയ അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതങ്ങളിലും നമ്മുടെ സഭാജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാജ്യത്തും ലോകത്തും പ്രധാനമായി കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു നന്മയുള്ള ലോകം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യനാകണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ദൈവാംശം നിലനിർത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം സുനിത കൃഷ്ണൻ്റെ ഐ ആം വാട്ട് ഐ ആം എന്നുള്ള ഒരു പുസ്തകമാണ്. ഏതാണ്ട് 34,000-ഓളം സ്ത്രീകളെ അവരെ അധാർമിക ജീവിതത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മനുഷ്യമഹത്വത്തിൻ്റെ തലത്തിലേക്കും അഭിമാനത്തോടും അന്തസ്സോടും കൂടെ ജീവിക്കത്തക്കവണ്ണം അവരെ വീണ്ടെടുത്ത ഒരു വനിതാ രത്നമാണ് നമ്മുടെ ഈ കേരളത്തിൽ പിറന്ന ഒരു മഹാവനിതയാണ്. ഏതാണ്ട് 17,000-ഓളം പെൺകുട്ടികളെ അവരെ അധാർമിക ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു വനിതയാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകളെയാണ്, 10,000-കണക്കിന് ആളുകളെ അവരെ മനുഷ്യരാക്കി തീർക്കുന്ന ഒരു വലിയ മനുഷ്യത്വത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു രത്നമായിട്ടാണ് നമ്മൾ സുനിത കൃഷ്ണനെ കാണുന്നതും ഈ രാജ്യം അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിലും നമുക്കും കുറേ ആളുകളെങ്കിലും മനുഷ്യരാക്കി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. മനുഷ്യത്വം നഷ്ടപ്പെട്ട് സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തന്നെ, ഉദാഹരണത്തിന് അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നവർ, ഇങ്ങനെയൊക്കെ എത്രയോ ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. അങ്ങനെ മനുഷ്യരാകത്തക്കവണ്ണം നമ്മൾ മനുഷ്യരായി മറ്റുള്ളവരെ മനുഷ്യരാക്കുക എന്നുള്ള വലിയ വെല്ലുവിളി ക്രിസ്മസിൽ നിശ്ചയമായിട്ട് നമുക്ക് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഉള്ള ചോദ്യം വരും. ആ ചോദ്യത്തിൽ ലളിതമായി നമുക്ക് കാണേണ്ടുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചതിലൂടെ ദൈവം ചെറുതാകാൻ തീരുമാനിച്ചു എന്നുകൂടിയാണ് എൻ്റെ അർത്ഥം. വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ചെറുതാകാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവർക്കും വലുതാകണം എന്നാണ് താല്പര്യം. വലുതാകണം എങ്കിൽ നമുക്ക് ചിലരെ ചെറുതാക്കേണ്ടതായിട്ടും വന്നേക്കാം. അപ്പോൾ അവരൻ എപ്പോഴും നമ്മുടെ ശത്രുവായി തീരുകയാണ്. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ശത്രുവായിട്ട് അവരനെ നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ അപരത്വം സൃഷ്ടിക്കുകയാണ്. എപ്പോഴും അടുത്ത് നിൽക്കുന്നവൻ എനിക്ക് വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് കൊണ്ട് അവനെ തളർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ള
കോമ്പറ്റീഷൻ എപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും അപകടകരമായി തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ അടുത്ത് നമ്മൾ കൂടെ പഠിക്കുന്ന സഹപാഠികൾ ഒരു നാളിൽ സതീർത്ഥിയായിരുന്നു. കാരണം അവൻ്റെ ജയം എനിക്കൊരിക്കലും ഒരു ത്രെട്ടാകുന്നില്ല, എൻ്റെ വിജയവും കൂടുതൽ മാർക്ക് കിട്ടുന്നതും അവനെ ഒരിക്കലും ദുഃഖിപ്പിക്കുന്നില്ല. നമ്മൾ സഹോദരങ്ങളാണെന്നുള്ള ചിന്തയിൽ വളർന്നു വന്ന ഒരു ലോകമാണിത്. അത്തരത്തിൽ പ്രായമുള്ള എല്ലാവർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ വർദ്ധിക്കുകയും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠി പോലും നമ്മുടെ റാങ്കിന് തടസ്സമായി നിന്നേക്കാം. നമുക്ക് നീറ്റിൽ കിട്ടേണ്ടുന്ന റാങ്ക് അതിൽ നമ്മൾ താഴോട്ട് പോകാൻ സാധ്യതയുള്ള അപകടകാരിയാണ് അടുത്ത് ഇരുന്ന് പഠിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചിന്ത വർദ്ധിച്ചു വരുമ്പോൾ അടുത്ത് നിൽക്കുന്നയാൾ നമുക്കെപ്പോഴും ഒരു ശത്രുവായിട്ട് തോന്നും. യേശുക്രിസ്തുവിലൂടെ ക്രിസ്മസിലും എല്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് അടുത്ത് നിൽക്കുന്നവൻ അപകടകാരിയല്ല, അത് എൻ്റെ അസ്തിത്വത്തിൻ്റെ അംശമാണ്, അന്യനല്ല, അതെൻ്റെ സഹോദരനാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നാൾ കൂടിയാണ് ഈ ക്രിസ്മസിൻ്റെ നാൾ. അതുകൊണ്ട് വളരെയധികം കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന ഒരു ലോകത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടുന്നതായ ഒരു കാര്യം, അത് കമ്പാനിയനാണ്, മറ്റൊരു ശത്രുവല്ല. എന്നെ മനുഷ്യനാക്കുന്നതിന് ദൈവം എൻ്റെ അടുത്താക്കിയിരിക്കുന്ന എൻ്റെ സഹോദരനാണ് എന്നുള്ള കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ചെറുതാകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വളർത്തുന്നതാണ് മനുഷ്യത്വം, തളർത്തുന്നത് ദൈവികതയല്ല, അത് ഹീനമായ പൈശാചിക ചിന്തയാണ്. അങ്ങനെ മറ്റുള്ളവരെ ചെറുതായി കാണുകയും തളർത്തുകയും, അത് ചെറിയ കാര്യങ്ങൾ മുതൽ യുദ്ധങ്ങളിൽ വരെ അങ്ങനെയാണ്. ശക്തിയുള്ള രാജ്യങ്ങൾ ശക്തിയില്ലാത്ത രാജ്യങ്ങളെ ശത്രുവായി കാണുകയും യുദ്ധത്തിൽ കീഴടക്കുകയും തങ്ങൾ ജയം വരിക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധ മാനസിക സ്ഥിതിയിൽ നിന്ന് കരുതലിൻ്റെയും കരുണയുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും തള്ളപ്പെട്ട് കിടക്കുന്നവനെയും ഉപേക്ഷിക്കപ്പെട്ടവനെയും റോഡരികിൽ കിടക്കുന്നവനെയും ചേർത്ത് പിടിച്ച് രക്ഷ ചെയ്യുന്ന നല്ല ശമരിയക്കാരനെ പോലെ ആയിത്തീരുന്നതിനുള്ള ഒരു വലിയ വെല്ലുവിളിയും ക്രിസ്മസിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനന വാർത്ത ആദ്യം അറിയുന്നത് ആട്ടിടയന്മാരാണ്. അവർ സമൂഹത്തിൻ്റെ അരികുകളിൽ പാർക്കുന്നവരാണ്. നഗരവാതിലിന് വെളിയിൽ ആടിനെ കാത്തുകൊണ്ട് വെളിംപ്രദേശത്ത് ഉറങ്ങുന്നവരാണ്. തണുപ്പ് സഹിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ. അവർക്കാണ് ദൈവത്തിൻ്റെ പുത്രൻ്റെ ജനനം ആദ്യമായിട്ട് അറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. ദൈവം എപ്പോഴും അരികുകളിലുള്ളവരോട് കൂടെയാണ്. ക്രിസ്മസിനെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഒരു ഡെഫിനിഷൻ, അത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പെരുന്നാളാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക്, വേദനയിൽ കഴിയുന്ന ആളുകൾക്ക്, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സമീപസ്ഥനായി ദൈവം കൂടെയുണ്ട് എന്നും ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുവെന്നും ദൈവം നമ്മുടെ നന്മയിലും ഉയർച്ചയിലും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മനുഷ്യരാശിക്ക് ദൈവം നൽകുന്ന വലിയ പ്രത്യാശയുടെ ദൂതാണ്. എന്തുകൊണ്ടാണ് ആട്ടിടയന്മാർ ആദ്യമായി ഈ ദൂതന്മാരുടെ ഗാനങ്ങൾ കേൾക്കാനിടയായത്? ആകാശം എല്ലാവർക്കും കാണാവുന്നതാണ്, അതിരുകളില്ലാത്തതാണ്. ആകാശത്തു നിന്നുള്ള ഗാനം ആർക്കും കേൾക്കാം. പക്ഷേ ആട്ടിടയന്മാരാണ് അതാദ്യം കേട്ടത്. എന്നാൽ അവർ കിടന്ന് മേലോട്ട് നോക്കുമ്പോൾ ആകാശം മാത്രമേ അവർക്ക് ആശ്രയമായിട്ടുള്ളൂ. അങ്ങനെ ദൈവം മാത്രം ആശ്രയമുള്ളവർ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ആ മാലാഖമാരുടെ ഗാനങ്ങൾ ഇന്നും കേൾക്കാം. ഗാനങ്ങൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നില്ല. കേൾക്കാത്തതിൻ്റെ കാരണം, നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശവിധാനങ്ങളല്ല കാണുന്നത്, വലിയ കോൺക്രീറ്റ് റൂഫുകളും നമ്മളെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഭൗതിക ലോകത്തിൻ്റെ ഒരുപാട് മതിൽക്കെട്ടുകൾ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് പലപ്പോഴും നിരന്തരമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. നമ്മുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെയും ദൈവശബ്ദവും കേൾക്കാതിരിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന എല്ലാ റൂഫുകളെയും, എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ചിന്തകളെയും അകറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസിൽ
ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തടസ്സങ്ങളാണുള്ളതെന്നും ആ തടസ്സങ്ങളെ മാറ്റി ദൈവശബ്ദം കേൾക്കുന്നതിനും അത്യുന്നതങ്ങളിൽ ദൈവം മഹത്വപ്പെടുന്നതിനും ഭൂമിയിൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതിനും നമ്മുടെ ക്രിസ്മസ് മുഖാന്തരമാകണം. അത്തരത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. അതിന് ദൈവം എപ്പോഴും നമ്മളെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം വിചാരിച്ചാൽ മാത്രമല്ലല്ലോ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളും എപ്പോഴും നമ്മളെ തന്നെ ഒരുക്കേണ്ടതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനമോ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിരന്തരമായി ശബ്ദം പുറപ്പെടുവിക്കുന്നു, ഞാൻ നിരന്തരമായി ലോകത്തോടെ സംസാരിക്കുന്നു. അത് മനുഷ്യരിലൂടെയാകാം, മറ്റു മാർഗങ്ങളിലൂടെയാകാം, ഈ പ്രകൃതിയിലൂടെയാകാം, സഹോദരങ്ങളിലൂടെയാകാം. അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ആ കേൾവിക്ക് നമ്മുടെ കാത് ഒരുക്കുന്നതുമായ ഒരു ഒരുക്കത്തിൻ്റെ പെരുന്നാളായിരിക്കട്ടെ ഈ വർഷത്തെ ക്രിസ്മസ് എന്നും കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഈ രീതിയിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് ചെറുതാകുക എന്നുള്ള ഒരു സംസ്കാരം, ദ കൾച്ചർ ഓഫ് ബിക്കമിങ് സ്മോൾ, നമ്മൾ ചെറുതാകുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുക. എന്താണ് ക്രിസ്മസിൽ സംഭവിച്ചത്? ലളിതമായി നമുക്ക് മനസ്സിലാകുന്നതാണ്. വലിയവനായ ദൈവം ചെറുതായി, ചെറിയവരായി നമ്മളെ വലിയവരാക്കുന്നു. സഭാപിതാക്കന്മാരുടെ കൃത്യമായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി, ഒരു റിവേഴ്സൽ ഓഫ് ഓർഡറാണ്. അപ്പോൾ ക്രിസ്മസ് ഈസ് എ സബേഴ്സീവ് ആക്ട് ഓഫ് ഗോഡ്, ഒരു തകിടം മറിച്ചിലിൻ്റെ, നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം തിരിച്ചുള്ളതാണ്. അത് വലുതാകാനുള്ള ഒരു താല്പര്യമാണ്. നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസിൽ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. ചെറുതാകുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്നതിലൂടെ ദൈവികരായി തീരുന്നതിന് ദൈവം നമുക്ക് സഹായിക്കണം. ഇതെല്ലാം സാധിക്കുന്നത് എപ്പോഴാണ്? അതാണ് മാലാഖമാരുടെ ആദ്യത്തെ ഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം ഓരോ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും ലോക ജീവിതത്തിലും നമ്മുടെ ഔന്നത്യത്തിൽ വാഴുമ്പോഴാണ് ഈ ഭൂമിയിൽ സമാധാനം നിലനിൽക്കുന്നത്. ഓരോരുത്തരും വലിയവരാകാൻ ശ്രമിക്കുമ്പോൾ, ഓരോ വ്യക്തി വലുതാകാൻ ശ്രമിച്ചാൽ, ഓരോ രാജ്യം വലുതാകാൻ ശ്രമിച്ചാൽ, അത് യുദ്ധത്തിലും കലാപത്തിലും അവരനെ ഉന്മൂലനാശം ചെയ്യുന്നതിലും ആണ് അവസാനിക്കുന്നത്. അത് പിന്നെ അഭയാർത്ഥി പ്രവാഹങ്ങളിൽ എത്തുകയാണ്. അത് അമ്മമാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയാണ്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ സൃഷ്ടിക്കുകയാണ്. അത്യന്തം അപകടകരവും ദൈവനിഷേധവും മനുഷ്യത്വത്തിൻ്റെ അംശം തീണ്ടാത്തതുമായ ഒരു ലോകമാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന ലോകത്ത് ഈ സമാധാനം നമുക്ക് വരാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സർവശക്തനായ ദൈവത്തെ നമ്മുടെ ജീവിതങ്ങളിൽ ഔന്നത്യത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം. യുദ്ധം അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ചേർത്ത് പിടിക്കലിൻ്റെയും സമാധാനത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കിടലിൻ്റെയും ഒരു വലിയ ഉത്സവമായിട്ട് തീരണം. ആ രീതിയിൽ ക്രിസ്മസ് തന്നെ ഒരു പങ്കിടൽ തന്നെയാണല്ലോ. ഇത് നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, ഒരു കഥ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ലിയാണോ ഡാവിഞ്ചിയുടെ ലോക പ്രശസ്തമായ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം, ലോക കലാസൃഷ്ടികളിൽ അത്യുത്തമമായിട്ടുള്ളതാണ്. അത് ആ ചിത്രം വരയ്ക്കുന്നതിന് അദ്ദേഹം നാളുകൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻ്റെ ചിത്രങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ നല്ല ഉപദേശം കൊടുക്കുകയും മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കലാകാരനോട് ലാസ്റ്റ് സപ്പറിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ, ലോക സൃഷ്ടികളിൽ ഇതിനെ വെല്ലാൻ ഇനി ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഒരു കുറ്റവുമില്ലാതെ വണ്ണം പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡാവിഞ്ചി അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ ഈ ലാസ്റ്റ് സപ്പർ, ഈ അന്ത്യ അത്താഴത്തിൻ്റെ ഈ ചിത്രത്തിലെ ഏത് ഭാഗമാണ് ഏറ്റവും മെച്ചമെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, ഈ ടേബിളിലിരിക്കുന്ന ഈ കാസായുടെ ചിത്രമാണ്, അത് ജീവിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ ഡാവിഞ്ചി തൻ്റെ ബ്രഷ് പെയിൻറ്റിൽ മുക്കി ആ പാനപാത്രത്തിൻ്റെ ചിത്രം അവിടെ നിന്ന് മായ്ക്കുകയും അത് ആ ടേബിളിൻ്റെ
അടിഭാഗത്ത് വരയ്ക്കുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. നടന്നതാകാം, നടക്കാത്തതാകാം. പക്ഷേ അതിന് ഉത്തരമായിട്ട് ഡാവിഞ്ചി പറഞ്ഞത്, ഈ ചിത്രം വരയ്ക്കാൻ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയത് ഇതിലേറ്റവും മെച്ചമായിട്ടുള്ളത് നടുവിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ചിത്രമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ നീ പറയുന്നു അതിനേക്കാൾ മെച്ചം ആ ടേബിളിലിരിക്കുന്ന പാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥാനം അവിടെയല്ല എന്ന് നിശ്ചയിക്കുകയും ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് കർത്താവിൻ്റെ ചിത്രം ജീവിക്കുന്നത് പോലെ വരച്ചെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ചിത്രമുണ്ട്. ഈ ക്രിസ്മസിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതിൻ്റെ കേന്ദ്രത്തിൽ യേശു ക്രിസ്തു സജീവമായി ജീവനുള്ളവനായി നമുക്ക് കാണണം. പലപ്പോഴും ക്രിസ്മസ് അതിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നു എന്ന പരക്കെ ആക്ഷേപമുണ്ട്. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് അല്ല, ക്രിസ്തുവിനെ സജീവമാക്കുന്ന, ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൽ വാഴുന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു നമുക്ക് യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അവൻ്റെ ശരീരത്തിൽ സജീവമായി നിൽക്കുന്ന ദൈവാംശം എത്രമാത്രം സജീവമാണ് എന്നോർക്കുന്നതുമായ അനുഗ്രഹിക്കപ്പെട്ടതും നിലനിൽക്കുന്നതും ശാശ്വതവുമായ ആഘോഷങ്ങളായി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ സർവ്വജനവും സന്തോഷിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ മക്കളായി എല്ലാവരും ജീവിക്കുന്ന, ദൈവത്തെ പിതാവായി എല്ലാവരും കാണുന്ന അനുഗ്രഹീതമായ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. അതിന് സഹായകരമായി നമ്മുടെ ശരീരങ്ങൾ ദൈവം വസിക്കുന്ന മന്ദിരങ്ങളായി തീർക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുകയും ചെയ്യുന്ന സ്ഥിതി നമുക്കുണ്ടാകണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് യേശു ക്രിസ്തു ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പം ഒരു ഭൗതിക വസ്തു മാത്രമാണ്. എന്നാൽ അപ്പത്തിനപ്പുറമായ ദൈവം നിത്യമായ ശാശ്വതമായിട്ടുള്ള അനുഭവമാണ്. ആ നിത്യതയെ നോക്കി നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷിക്കുന്നു. പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. വേൾഡ് ടു വേൾഡ് പ്രസ്ഥാനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കുകയും നന്മ ഉള്ള മനുഷ്യരായി ജീവിക്കുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.